എല്ലാവരുടെയും സ്വപ്നമല്ലേ ഒരു 5 സ്റ്റാറോ ഒരു 7 സ്റ്റാർ ഹോട്ടലിലോ പോയിട്ട് ഇതേപോലത്തെ ഒരു ഡിഷ് കഴിക്കണമെന്ന് അല്ലേ? പക്ഷേ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ വില കേട്ടത് നമ്മൾ ഞെട്ടിപ്പോവില്ലേ? അപ്പം അതേപോലത്തെ ഒരു ഡിഷ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്നതും അതും നിങ്ങളുടെ ടേസ്റ്റിൽ ഇതേപോലെ പ്രസൻറ്റേഷൻ എങ്ങനെ ചെയ്യാമെന്നും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ആലോചിക്കണ്ടാവും ഇതെന്താ സാധനം. ഇത് ബട്ടറിൽ സ്ലോലി കുക്ക് ചെയ്ത പോച്ചിയ എന്ന് പറയും. അങ്ങനെ പോച്ച് ചെയ്ത ഷ്രിംസ്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, പച്ചമുളകുണ്ട്, വേപ്പലുണ്ട്. അതിട്ടിട്ടാണ് കേട്ടോ ഞാൻ പോച്ച് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിരിക്കില്ലേ. പിന്നെ അതിൻ്റെ താഴെ ലീക്സ്, അതിൻ്റെ ഒരു തോരൻ്റെ ടൈപ്പ് കുക്കിംഗ്. അതിൻ്റെ ഉള്ളിൽ നാളികേരം ഇട്ടുണ്ട്. അപ്പം അതും ഒരു അടിപൊളിയാവില്ലേ. പിന്നെ നിങ്ങൾ സൈഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ കാണാം ഒരു ചുമപ്പ കളറുള്ള ഒരു സൂപ്പ്, പിന്നെ സോസ്. അപ്പം എന്താണെന്നല്ലേ, അത് ബിസ്ക്, ഒരു ഫ്രഞ്ച് ക്ലാസിക്കൽ സൂപ്പാണത്. പക്ഷെ അതിലും ഒരു ടേസ്റ്റ് ഉണ്ട്. അതും നമ്മുടെ നാടൻ ടേസ്റ്റിലാണ് ഞങ്ങൾക്ക് റെഡിയാകുന്നത്. അപ്പോൾ ഈ ഫുൾ ഡിഷ് കാണണ്ട നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ടിപ്സും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പം അടുത്തൊരു പരിപാടി വരുമ്പോൾ ഒരാൾ ഇമ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വീട്ടിൽ വരുന്നവരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഇതേപോലെ പ്രസൻറ്റ് ചെയ്തേ ഞെട്ടിപ്പോവും. അങ്ങനെ ഞെട്ടിക്കണ പല റെസിപ്പികളും ഞാൻ എൻ്റെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതേപോലെ വല്ല ഡിഷുകളോ എന്തെങ്കിലും എൻ്റെ ചാനലിലൂടെ കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെട്ടു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് അല്ലേ എന്നെ പെർഫെക്റ്റ് ആക്കണേ. അപ്പം പോവല്ലേ ആ ഫുൾ വീഡിയോ കാണാനായിട്ട്. അതിൻ്റെ മുൻപ് ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ. അപ്പം നമുക്ക് പോയി ഫുൾ വീഡിയോ കണ്ടിട്ട് വരാം. വാല് അതേപോലെ തന്നെ നമുക്ക് വേണം കേട്ടോ. നമുക്ക് അതിൻ്റെ തലയും മാറ്റാം കേട്ടോ. നമ്മുടെ ഈ തലയും ഇതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ആ സ്കിന്നൊക്കെ ഒന്നും കളയരുത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ സോസ് ഉണ്ടാക്കണേ. ഇത് ബിസ്കേ 1.5 ബിസ്ക്കാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഇതൊന്നും കളയല്ലേ കേട്ടോ. നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച പ്രോൺസ് ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ഫ്രഷായിട്ട് പിഴിഞ്ഞത്, ഉപ്പ്, വിനീഗർ പൊടിക്ക് നമുക്കത് മിക്സ് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഒരു പോട്ട് വയ്ക്കാം കേട്ടോ, മീഡിയം ചൂടിൽ. നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ ആ പ്രോൺസിൻ്റെ ഷെല്ലുണ്ടല്ലോ അത് കളക്കാം കേട്ടോ. നമുക്കിത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം കേട്ടോ, എൻ്റെ സ്കിൻ കളർ റെഡ് ആവുന്ന വരെ. ഓക്കെ, ചെറുതായിട്ട് കളർ ചേഞ്ചായി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ഷെല്ലിങ്ങനെ ക്രഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലേവറൊക്കെ മൊത്തം ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഷെല്ല് അത്യാവശ്യം നല്ല റെഡ് കളറായിട്ട് കേട്ടോ. സവോള, സെലറി,
ക്യാരറ്റ്. ആ ലീക്സിൻ്റെ മോൾ ഭാഗം റഫായിട്ട് കട്ട് ചെയ്തു. നമുക്ക് നന്നായിട്ട് ഇളക്കാം കേട്ടോ. നമുക്കതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. അടി പിടിക്കരുത്. ആ കളറൊന്നും മാറ്റാട്ടോ വെജിറ്റബിളിന്. ഓക്കെ, നമ്മുടെ വെജിറ്റബിളും നമ്മൾ ആഡ് ചെയ്തത് അത്യാവശ്യം ഒരു ചെറിയൊരു കളറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടൊമാറ്റോൻ്റെ പേസ്റ്റ് നമുക്ക് മതം ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇച്ചിരി വൈറ്റ് വൈനും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് അതിലേക്ക് വെള്ളമോ അല്ലെങ്കിൽ സ്റ്റോക്കോ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് നടക്കാം കേട്ടോ. ബേ ലീവ്സ്, നമ്മുടെ മല്ലിയുടെ അടിഭാഗം ഉണ്ടല്ലോ അത്, പെരിഞ്ജീരകം, നമ്മുടെ ബസ്മതി അരി, നമുക്കതൊന്ന് വീണ്ടും നടക്കാം കേട്ടോ. നമുക്കത് തള വരണവരെ തിളപ്പിക്കാം കേട്ടോ. കുരുമുളക് മൊത്തം ആയിട്ടാ, കീറൊന്നും വേണ്ട, അത് അങ്ങനെ തന്നെ ഇടണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ സ്റ്റോക്ക് തിളച്ചു വരുന്നുണ്ട് കേട്ടോ. ഇനി അതങ്ങോട്ട് തിളച്ചിട്ട് അതിനെ പകുതി ആക്കണം കേട്ടോ, റെഡ്യൂസ് ചെയ്ത്. നമ്മുടെ സ്റ്റോക്ക് റെഡ്യൂസായി പകുതിയായി, അരിയൊക്കെ വെന്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റാർച്ചൊക്കെ ഇറങ്ങി നല്ല തിക്ക് സോസ് പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മുടെ സ്റ്റോക്ക് സ്ട്രെയിൻ ചെയ്യാം കേട്ടോ. നമ്മളത് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ ഫ്ലേവർ മൊത്തം പുറത്തെടുക്കണം കേട്ടോ, അതിൻ്റെ ജ്യൂസിൻ്റെ. നമ്മളതിൻ്റെ മാക്സിമം ജ്യൂസ് പുറത്തെടുക്കണം കേട്ടോ. അത്രയ്ക്കും ഫ്ലേവറുള്ള സോസാണ് കേട്ടോ. നമ്മൾ ആ ജ്യൂസൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തില്ലേ, അത് നമുക്കിനി സെയിം പോട്ടിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉപ്പ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് തീ ഓൺ ചെയ്ത് അതിനൊന്ന് ആ തിളയ്ക്കണ പോയിന്റ് വരെ എത്തിക്കാം കേട്ടോ. നമുക്കിനി നാളായിരത്തിൻ്റെ പാല്, ആദ്യത്തെ പാല് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് നമ്മൾ ആദ്യത്തെ തൻപാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത് കേട്ടോ. നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് അതിലേക്ക് ഒരു ചെറുതായിട്ട് നാരങ്ങ നീരണ്ട് ഒഴിക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ഷ്രിംസ് പോച്ച് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു പാത്രം വെക്കാം കേട്ടോ. മീഡിയം ചൂടിൽ നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇങ്ങനെ വളരെ നൈസായിട്ട് ഇരിഞ്ഞത്, വേപ്പല ഇങ്ങനെ നെടുവെ പിളർന്ന മിളക്, നമുക്കതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ ഇഞ്ചി എടുക്കാണ്ട് സ്മെല്ലിട്ടല്ലോ, അതങ്ങോട്ട് പുറത്തേക്ക് വട്ടെ. നമുക്ക് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ സ്മെല്ല് മാറ്റി വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് മൂട്ടുണ്ട്. ചുവന്നുള്ളി നൈസായിട്ട് വരുന്നത്, നമ്മുടെ ചുവന്നുള്ളിക്ക് നന്നായിട്ട് മൂത്തുണ്ട് കേട്ടോ. നമ്മുടെ ചുവന്നുള്ളി മൂത്ത് കഴിഞ്ഞാൽ പിന്നെ തീ അത്രയ്ക്കും സ്ലോ ആക്കണം കേട്ടോ, വളരെ സ്ലോലി. പിന്നെയാണ് നമ്മുടെ കോച്ചിങ് എന്നുള്ള ആ കൺസെപ്റ്റിലേക്ക് വരാൻ പോകണം. നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ബട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ബോയിൽ ആവരുത് കേട്ടോ.
കാരണം പിന്നെ പോലെ ഫ്രൈ എന്ന കൺസെപ്റ്റിലേക്ക് വരും. നമുക്ക് ഫ്രൈ അല്ല വേണ്ടേ, സ്ലോലി പോച്ച് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് പോച്ച് ചെയ്തെടുക്കലാണ് വേണ്ടത്. നമുക്ക് ഷ്രിമ്പ് ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഷ്രിമ്പ് പോച്ച് ചെയ്തെടുക്കുന്നത് അത് ഫുള്ളായിട്ട് കവർ ചെയ്യണം കേട്ടോ ആ ബട്ടർ കൊണ്ട്. നമുക്ക് ഇച്ചിരി നാരങ്ങ നീരാണ്ട് പൊഴിക്കണം കേട്ടോ. ഞാനേ ഇവിടെ ഉപയോഗിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. സോ അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അഥവാ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് കാണാം, നോക്കി ആ പ്രോൺസിന്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്, ഒരു റെഡ് കളറിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വേണം കേട്ടോ, പതക്കനെ. അധികം സ്പീഡ് കൂട്ടണ്ട, പതക്കനെ പോച്ച് ചെയ്ത് വരട്ടെ. നമുക്ക് ഈ പ്രോൺസ് 5 to 7 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ പ്രോൺസ് പോച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും അത് ഓവർ കുക്ക് ചെയ്യരുത് കേട്ടോ. റബ്ബറോ നമുക്ക് ആ പ്രോൺസിനെ താഴ്ത്തിറക്കുന്ന പ്രോൺസിനെ മുകളിലേക്ക് ഒന്നാക്കി നമുക്ക് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, കണ്ടോ? ഓക്കെ, ടൈഗർ പ്രോൺസ് നല്ല സോഫ്റ്റായിട്ട് പോച്ച് ചെയ്ത് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്കത് ബട്ടറിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഏറ്റവും ഫ്ലേവറുള്ള സാധനങ്ങളുണ്ടല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അത് ഈ പ്രോൺസിൻ്റെ മുകളിലേക്ക് ഇട്ടാട്ടോ. ബാക്കി അവിടെ ഇരിക്കട്ടെ, നമുക്ക് വീണ്ടും ചെയ്യാനുണ്ട് ഒരു കാര്യം. നമുക്ക് നമ്മുടെ ലീക്സിൻ്റെ തോരൻ ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ ഒരു പാത്രം വയ്ക്കാം കേട്ടോ. മീഡിയം ചൂടിൽ കേട്ടോ. നമ്മൾ ആ ബട്ടർ പോച്ചതിന് ഉപയോഗിച്ചില്ലേ, അപ്പം നമ്മുടെ പ്രോൺസ് ആ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ച ലീക്സ് ഉണ്ടല്ലോ, അതിൻ്റെ അടിഭാഗം നമുക്ക് ലീക്സ് നോക്കാം കേട്ടോ. നാളികേരം ചിരകിയത് നമുക്കത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉപ്പ്, നമുക്ക് പൊടിച്ച കുരുമുളക്, നമുക്കതൊന്ന് ഇളക്കാം. നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ലീക്സ് കുക്ക് ചെയ്ത് വെന്ത് മലർത്തരുതിട്ടാണ്, നല്ല ക്രഞ്ചിയിൽ വേണം ആ ലീക്സ് കുക്ക് ചെയ്യാൻ. നമുക്ക് ആ ബട്ടർ, ഗാർലിക്, ചില്ലി എല്ലാം അതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യണം. നമുക്ക് സിലന്ത്രോ ചേർത്ത് കൊടുക്കാം. ഉണ്ടാക്കിയ ബിസ്ക് ഉണ്ടല്ലോ, അത് ഒരു സൈഡിലേക്ക് ഒഴിക്കാം കേട്ടോ.
ഇത് ഞാൻ വിളിച്ച പ്രസ് കോൺഫറൻസ് ഒന്നും ഇല്ല കേട്ടോ, ഇത് ടേസ്റ്റിംഗ് ആണ്. നമ്മൾ ഉണ്ടാക്കിയ ഡിഷ് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും തിന്നണ്ടെന്ന്, കാരണം ആ പ്രസൻറ്റേഷൻ പോകുന്നു. പക്ഷെ തിന്ന് നോക്കണ്ടേ, നല്ല അറിയുള്ളൂ അതിൻ്റെ രുചി. ആദ്യം തന്നെ നമ്മുടെ സൈഡിലുള്ള സൂപ്പ് അല്ലെങ്കിൽ സോസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് അറിയുള്ളൂ. ഓക്കെ, നല്ല തിക്കാണ്. നല്ല ക്രീമി, നാളരപ്പാല ഒഴിച്ചുകൊണ്ട് നല്ല ക്രീമി ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ്, പിന്നെ ഷ്രിംസ് ഉണ്ടല്ലോ അതും, നമ്മുടെ തക്കാളി, നമ്മുടെ നാടൻ ടേസ്റ്റുകളല്ലാണ്ടെന്നേ. വലിയ എരിവൊന്നുമില്ല കേട്ടോ, ഒരു എരിവില്ല, എവിടെയൊക്കെയും ഉണ്ട് ആ ഫ്ലേവറിന് വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. ഷ്രിംപ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്ത് സോഫ്റ്റ് മതിയോ സ്പോൺസർ. അങ്ങനെ സ്ലോയിൽ പോച്ച് തീർത്തോണ്ടേ നല്ല, പിന്നെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ബട്ടറിൻ്റെ ഫ്ലേവറും പിന്നെ ഇഞ്ചി വെളുത്തുള്ള ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഞാൻ ലീക്സും ഒന്ന് കഴിച്ചോട്ടെ, ഇനി നോട്ടെ. നല്ല ക്രഞ്ചി നാളികേരവും പിന്നെ നമ്മളെ ബട്ടർ യൂസ് ചെയ്തത് പോച്ച് ചെയ്തതിൻ്റെ അല്ലേ, അതിൻ്റെയും കൂടി ഒന്ന് ഇടും അതിൻ്റെ. നമ്മുടെ പ്രോൺസ് ഉണ്ട്, ലീക്സ് ഉണ്ട്, നമ്മുടെ തക്കാളി സോസും ഉണ്ട്. അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. മൂന്നും കൂടി ആവുമ്പോണ്ടല്ലോ കേട്ടലിന. എങ്ങനെ തിന്നണ്ടേ അറിയാലോ, മറന്നിട്ടില്ലല്ലോ. അങ്ങനെയല്ലേ ഞാൻ പറയാറ്, അങ്ങനെ തന്നെ വേണം, ആസ്വദിച്ചിരുന്നു. ആസ്വദിച്ചിരുന്നമ്മേ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. ബായ്. പുതിയ വീഡിയോസ് ഉടനെ വരുന്നതാണ്.